വിജയനഗരത്തിൽ രഘുനാഥ് എന്നു പേരുള്ള ഒരു കൂലി ജോലിക്കാരൻ ഉണ്ടായിരുന്നു. അവൻ ദിവസവും ജോലി ചെയ്യാൻ തന്റെ ഗ്രാമത്തിൽ നിന്നും ദൂരെ പോകുമായിരുന്നു. അവന്റെ ഭാര്യ ലക്ഷ്മി. അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, മകേഷ്, മകൾ ആശ. അതൊരു ഭംഗിയുള്ള കുടുംബമായിരുന്നു. ഒരു ദിവസം രഘുനാഥ് എപ്പോഴും പോലെ ജോലിക്കായി നഗരത്തിലേക്ക് പോയി. അദ്ദേഹം റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രക്ക് അവനെ വന്ന് ഇടിച്ചു. അവന് ആക്സിഡന്റ് പറ്റി. രഘുനാഥിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവന്റെ വീട്ടിലുള്ളവരൊക്കെ ഒരുപാട് സങ്കടത്തിലായി. കുട്ടികൾ കരഞ്ഞുകൊണ്ടിരുന്നു. ലക്ഷ്മി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇവിടെ നോക്കൂ, അച്ഛന് ശരിയാകും. ഇങ്ങനെ നിങ്ങൾ 2 പേരും കരഞ്ഞുകൊണ്ടേയിരുന്നാൽ അച്ഛന് ഇഷ്ടമില്ല. അച്ഛൻ എപ്പോ ഭേദമാകും? പറയൂ അമ്മേ, എത്രയും പെട്ടെന്ന്. നിങ്ങൾ വിഷമിക്കല്ലേ, ഞാൻ എല്ലാം ശരിയാക്കാം. നാളുകൾ കടന്നുപോയി. രഘുനാഥ് പയ്യെ പയ്യെ ശരിയായി. പക്ഷെ അവനെ കൊണ്ടിപ്പോൾ നടക്കാനൊന്നും പറ്റില്ല. ഒരു ദിവസം നഴ്സ് ലക്ഷ്മിയെ കാണാനായി എത്തി. നിങ്ങളെ ഡോക്ടർ സാർ വിളിക്കുന്നു. ലക്ഷ്മി ഡോക്ടറിനെ കാണാനായി ചെന്നു. സഹോദരി, നിങ്ങളോട് ഒരു നുണ പറയാൻ എനിക്ക് ആഗ്രഹമില്ല. നിങ്ങളുടെ ഹസ്ബൻഡിന് 2 കാലും ഓപ്പറേഷൻ ചെയ്തേ മതിയാകൂ. എന്നാലേ അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കൂ. പക്ഷെ നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോൾ അത്രയ്ക്ക് നിങ്ങൾക്ക് ചെലവാക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എത്ര ചെലവാകും ഡോക്ടർ സാർ? ഏകദേശം 20 ലക്ഷം രൂപ വരും. ദൈവമേ! ഒരുപക്ഷെ അയാൾക്ക് ഈ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് പിന്നെ ഒരിക്കലും നടക്കാൻ സാധിക്കില്ല. ഇപ്പൊ തീരുമാനം നിങ്ങൾ വേണം പറയാൻ. ഒരുപക്ഷെ ഓപ്പറേഷന് വേണ്ടിയുള്ള കാശ് നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കുവാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ശരി ഡോക്ടർ, ഞാൻ ശ്രമിക്കാം. லக்ஷ்மிக்கு ஒரே யோசனையாயிடுச்சு. தன்னோட புருஷனை எப்படி காப்பாத்துறதுன்னு. அவ பசங்களோட வீட்டுக்கு போனா. தன்னோட நகைகளை எடுத்து பார்த்தா. ഇത് വളരെ കുറച്ചേ ഉള്ളൂ. ഇത് പണയം വെച്ചാൽ 1 ലക്ഷം പോലും കിട്ടില്ല. വീട്ടിലെ ചെലവും നോക്കണം, അദ്ദേഹത്തെയും ചികിത്സിക്കണം. ഇതൊക്കെ എങ്ങനെ സാധിക്കും? ലക്ഷ്മി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 2 മക്കളും അവരുടെ അടുത്തേക്ക് വന്നു. അമ്മേ, ഈ മാലയും വളയും അമ്മ വിൽക്കാൻ പോവാണോ? വേറെ ഒരു വഴിയുമില്ല മക്കളെ. അമ്മേ, വേണമെങ്കിൽ നമ്മൾ എല്ലാരും ചേർന്ന് ജോലി ചെയ്യാമോ? എങ്ങനെ? നിങ്ങൾ വളരെ നന്നായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുമല്ലോ. നമ്മളൊരു ഇഡ്ഡലി കട തുടങ്ങിയാൽ എന്താ അമ്മേ? അത് നല്ല ഐഡിയ തന്നെയാ. പക്ഷെ അതിൽ അത്രയും കാശ് നമുക്ക് കിട്ടുമോ? അതും 20 ലക്ഷം. അമ്മേ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ദൈവം മനസ്സ് വെക്കുവാണെങ്കിൽ തീർച്ചയായും നമുക്ക് കാശ് കിട്ടും അമ്മേ. അച്ഛന്റെ ഓപ്പറേഷന് നടക്കും. നിങ്ങൾ വലിയവരെ പോലെ സംസാരിക്കുന്നു. വരൂ, നമുക്ക് ഇഡ്ലി വ്യാപാരം തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അവർ 3 പേരും കൂടി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു നോക്കി. ഇതോ സ്പൂൺ, പ്ലേറ്റ്സ്. ഇത് അടുപ്പ് റെഡിയാണ്. ദാ ഇരിക്കുന്നു ഇഡ്ലി കുക്കർ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് വളരെ ചെറുതാണ്. കടയിൽ ഒരുപാട് ആൾക്കാർ വരും. ഇഡ്ഡലി ഉടനെ റെഡിയാക്കാൻ പറ്റില്ല. അതിന് നമ്മൾ എന്താ അമ്മേ ചെയ്യേണ്ടത്? നമ്മൾ പുതിയതായിട്ടൊരു ഇഡ്ഡലി കുക്കർ വാങ്ങണം. എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്. അത് വെച്ച് വലിയ ഇഡ്ഡലി കുക്കർ വാങ്ങാം. ഇഡ്ഡലി കുക്കർ വാങ്ങാനായി 3 പേരും കടയിലേക്ക് പോയി. ചേട്ടാ, ഒരു വലിയ ഇഡ്ഡലി കുക്കർ ഒന്ന് കാണിക്കുമോ? ആ കടയിലുള്ള ആൾ ഒരു കുക്കർ എടുത്ത് അവരെ കാണിച്ചു. ഇതിനേക്കാളും വലുത് വേണം. സഹോദരി, ഇതിലും വലിയ ഇഡ്ഡലി കുക്കർ എന്റെ കയ്യിലില്ല. ഇതിലും വലിയ ഇഡ്ഡലി കുക്കറൊന്നും ഇപ്പോൾ വരാറില്ല. എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നേ? അപ്പോ പഴയ ഇഡ്ഡലി കുക്കർ വാങ്ങിക്കാലോ നിങ്ങൾക്ക്. ഇതിനടുത്തായിട്ട് ഒരു പഴയ പാത്രക്കടയുണ്ട്. ആ കടയിൽ തീർച്ചയായും വലിയ ഇഡ്ഡലി കുക്കർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അവിടെ പോയി ഒന്ന് അന്വേഷിച്ചുകൊള്ളൂ. ശരി ചേട്ടാ. അവർ 3 പേരും കൂടി തൊട്ടടുത്ത കടയിലേക്ക് പോയി. അവിടെ ലക്ഷ്മി ഒരു വെങ്കലത്തിൽ ചെയ്ത വലിയ ഇഡ്ഡലി കുക്കർ കണ്ടു. ചേട്ടാ, ഈ വലിയ ഇഡ്ഡലി കുക്കറിന്റെ വില എന്താ? ഇത് പഴയതാണ്. ഒരു 500 രൂപ തന്നാ മതി. ശരി, അപ്പോൾ അത് എനിക്ക് നൽകാമോ? അവർ 3 പേരും കൂടി ആ വലിയ ഇഡ്ഡലി കുക്കറിനെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതും, അമ്മേ, ഈ ഇഡ്ഡലി കുക്കർ എന്തിനാ അമ്മ തിരഞ്ഞെടുത്തത്? അടുത്ത് സ്റ്റീൽ കുക്കേഴ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നുവല്ലോ. പിന്നെ എന്തിനാണ് പിച്ചള കുക്കർ വാങ്ങിയത്? എന്തെന്നാൽ ഇത് വെങ്കലത്തിൽ ചെയ്തതാ. വെങ്കലപാത്രത്തിൽ ഇഡ്ഡലി ചെയ്താൽ അത് വളരെ ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല ഇത് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ കിട്ടി. പക്ഷെ അമ്മേ, നമ്മൾ ഒരു പുതിയ കുക്കർ അല്ലേ വാങ്ങേണ്ടിയിരുന്നത്? നോക്കൂ, ഇത് കാണാൻ എത്ര അഴുക്കാണ്. മോളെ, ഇത് വെങ്കലമാണ്. ഇത് തേച്ചു കഴുകിയാൽ നല്ല പുതിയതുപോലെയാകും. ശരി അമ്മേ. ലക്ഷ്മി ആ ഇഡ്ഡലി കുക്കറിനെ കഴുകി. അത് വളരെ ഭംഗിയായി. വാവ്, ഇത് കാണാൻ പുതിയതുപോലെയുണ്ടല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. പിന്നെ ആശ,
അതിനാണ് പറയുന്നത് ഓൾഡ് ഈസ് ഗോൾഡ്. അമ്മേ, ഇതിൽ ഇഡ്ഡലി ചെയ്ത് നോക്കാമോ? ചെയ്യാം മക്കളെ. ലക്ഷ്മി ആ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലികൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ഗ്യാസിനെ കത്തിച്ചു. ഇനി നമ്മൾ 8 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, അല്ലേ അമ്മേ? അതെ, തീർച്ചയായും. അവർ 3 പേരും ഇഡ്ഡലി റെഡിയാകാനായി വെയിറ്റ് ചെയ്തു. മക്കൾ 2 പേരും സമയം നോക്കിക്കൊണ്ടേയിരുന്നു. സമയം 8 നിമിഷമായപ്പോഴേക്കും ആയി, 8 മിനിറ്റ് ആയി. ആ സമാധാനപ്പെടോ, തുറന്നു നോക്കാം. ലക്ഷ്മി ആ കുക്കർ തുറന്നപ്പോഴേക്കും ആ കുക്കറിൽ നിന്നും ഒരു പ്രകാശം പുറത്തേക്ക് വന്നു. വെള്ള നിറത്തിലുള്ള മാവ് എങ്ങനെയാണ് സ്വർണ്ണ കളറിൽ മാറിയത്? ലക്ഷ്മി ആ ഇഡ്ഡലി പുറത്തേക്ക് എടുത്ത ഉടനെ അവൾ ഒരുപാട് ആശ്ചര്യത്തിലായി. എന്താ ഇത്? ഈ ഇഡ്ഡലി കല്ല് പോലെ ആയല്ലോ. കല്ലല്ല, സ്വർണം. സ്വർണത്തിലുള്ള ഇഡ്ഡലിയോ? ലക്ഷ്മി ഒരു സ്വർണ്ണ ഇഡ്ഡലി എടുത്തുകൊണ്ട് സ്വർണ്ണ വ്യാപാരിയുടെ അടുത്തേക്ക് ചെന്നു. അത് അദ്ദേഹം ചെക്ക് ചെയ്തു നോക്കി. ഇത് യഥാർത്ഥത്തിലുള്ള സ്വർണം തന്നെയാണ്. അത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി തന്റെ കുട്ടികളോട് നടന്നതൊക്കെ പറഞ്ഞു. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. നമ്മുടെ കയ്യില് എത്രമാത്രം സ്വർണ്ണ ഇഡ്ഡലിയാ ഉള്ളത്? അമ്മേ, ഇത് വിറ്റ് നമ്മൾ അച്ഛന്റെ അസുഖം മാറ്റാൻ പറ്റുമല്ലേ? ആ, നമ്മുടെ കയ്യിൽ ഇത്രയും സ്വർണമുണ്ട്. നമ്മളെ കൊണ്ട് വിശ്വസിക്കാൻ പോലും പറ്റില്ല. കുറച്ചു ദിവസത്തിന് ശേഷം ലക്ഷ്മി അതിൽ നിന്നും 2 ഇഡ്ഡലി സ്വർണ്ണ വ്യാപാരിയുടെ അടുത്ത് വിറ്റു. എന്നിട്ട് അതിൽ കിട്ടിയ കാശ് വെച്ച് തന്റെ ഹസ്ബൻഡിന്റെ ചികിത്സ നടത്തി. രഘുനാഥ് വീണ്ടും നടക്കാൻ തുടങ്ങി. വീണ്ടും 2 സ്വർണ്ണ ഇഡ്ഡലികൾ വിറ്റ് അവർ ഒരു പുതിയ വീട് വാങ്ങി. രഘുനാഥും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ആ വീട്ടിൽ സന്തോഷത്തോടെ ഇരുന്നു. ഇപ്പോഴും ആ ഇഡ്ഡലി കുക്കർ ലക്ഷ്മിയുടെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ ആ കുക്കറിൽ അവൾ വീണ്ടും ഇഡ്ഡലി ചെയ്തില്ല. അമ്മേ, നമ്മൾ വീണ്ടും സ്വർണ്ണ ഇഡ്ഡലി ചെയ്യാൻ പറ്റില്ലേ? വേണ്ട, ദൈവം നമുക്ക് ഇത്രയും തന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. അത് മാത്രമല്ല ആശേ, അമ്മ എപ്പോഴും പറയാറില്ലേ അത്യാഗ്രഹം ആപത്താണെന്ന്. ആ, നമ്മൾ എപ്പോഴും അത്യാഗ്രഹപ്പെടാൻ പാടില്ല. ശരിയായിട്ട് പറഞ്ഞു മോളെ. നമുക്ക് ഇതുപോലെ ഒരു മാന്ത്രിക കുക്കർ കിട്ടിയ കാര്യം നിങ്ങൾ 2 പേരും മറന്നേക്കൂ. എന്നിട്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കൂ, ഓക്കേ? വിജയനഗരത്തിൽ രഘുനാഥ് എന്നു പേരുള്ള ഒരു കൂലി ജോലിക്കാരൻ ഉണ്ടായിരുന്നു. അവൻ ദിവസവും ജോലി ചെയ്യാൻ തന്റെ ഗ്രാമത്തിൽ നിന്നും ദൂരെ പോകുമായിരുന്നു. അവന്റെ ഭാര്യ ലക്ഷ്മി. അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, മകേഷ്, മകൾ ആശ. അതൊരു ഭംഗിയുള്ള കുടുംബമായിരുന്നു. ഒരു ദിവസം രഘുനാഥ് എപ്പോഴും പോലെ ജോലിക്കായി നഗരത്തിലേക്ക് പോയി. അദ്ദേഹം റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രക്ക് അവനെ വന്ന് ഇടിച്ചു. അവന് ആക്സിഡന്റ് പറ്റി. രഘുനാഥിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവന്റെ വീട്ടിലുള്ളവരൊക്കെ ഒരുപാട് സങ്കടത്തിലായി. കുട്ടികൾ കരഞ്ഞുകൊണ്ടിരുന്നു. ലക്ഷ്മി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇവിടെ നോക്കൂ, അച്ഛന് ശരിയാകും. ഇങ്ങനെ നിങ്ങൾ 2 പേരും കരഞ്ഞുകൊണ്ടേയിരുന്നാൽ അച്ഛന് ഇഷ്ടമില്ല. അച്ഛൻ എപ്പോ ഭേദമാകും? പറയൂ അമ്മേ, എത്രയും പെട്ടെന്ന്. നിങ്ങൾ വിഷമിക്കല്ലേ, ഞാൻ എല്ലാം ശരിയാക്കാം. നാളുകൾ കടന്നുപോയി. രഘുനാഥ് പയ്യെ പയ്യെ ശരിയായി. പക്ഷെ അവനെ കൊണ്ടിപ്പോൾ നടക്കാനൊന്നും പറ്റില്ല. ഒരു ദിവസം നഴ്സ് ലക്ഷ്മിയെ കാണാനായി എത്തി. നിങ്ങളെ ഡോക്ടർ സാർ വിളിക്കുന്നു. ലക്ഷ്മി ഡോക്ടറിനെ കാണാനായി ചെന്നു. സഹോദരി, നിങ്ങളോട് ഒരു നുണ പറയാൻ എനിക്ക് ആഗ്രഹമില്ല. നിങ്ങളുടെ ഹസ്ബൻഡിന് 2 കാലും ഓപ്പറേഷൻ ചെയ്തേ മതിയാകൂ. എന്നാലേ അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കൂ. പക്ഷെ നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോൾ അത്രയ്ക്ക് നിങ്ങൾക്ക് ചെലവാക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എത്ര ചെലവാകും ഡോക്ടർ സാർ? ഏകദേശം 20 ലക്ഷം രൂപ വരും. ദൈവമേ! ഒരുപക്ഷെ അയാൾക്ക് ഈ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് പിന്നെ ഒരിക്കലും നടക്കാൻ സാധിക്കില്ല. ഇപ്പൊ തീരുമാനം നിങ്ങൾ വേണം പറയാൻ. ഒരുപക്ഷെ ഓപ്പറേഷന് വേണ്ടിയുള്ള കാശ് നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കുവാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ശരി ഡോക്ടർ, ഞാൻ ശ്രമിക്കാം. லக்ஷ்மிக்கு ஒரே யோசனையாயிடுச்சு. தன்னோட புருஷனை எப்படி காப்பாத்துறதுன்னு. அவ பசங்களோட வீட்டுக்கு போனா. தன்னோட நகைகளை எடுத்து பார்த்தா. ഇത് വളരെ കുറച്ചേ ഉള്ളൂ. ഇത് പണയം വെച്ചാൽ 1 ലക്ഷം പോലും കിട്ടില്ല. വീട്ടിലെ ചെലവും നോക്കണം, അദ്ദേഹത്തെയും ചികിത്സിക്കണം. ഇതൊക്കെ എങ്ങനെ സാധിക്കും? ലക്ഷ്മി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ 2 മക്കളും അവരുടെ അടുത്തേക്ക് വന്നു. അമ്മേ, ഈ മാലയും വളയും അമ്മ വിൽക്കാൻ പോവാണോ? വേറെ ഒരു വഴിയുമില്ല മക്കളെ. അമ്മേ, വേണമെങ്കിൽ നമ്മൾ എല്ലാരും ചേർന്ന് ജോലി ചെയ്യാമോ? എങ്ങനെ? നിങ്ങൾ വളരെ നന്നായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുമല്ലോ. നമ്മളൊരു ഇഡ്ഡലി കട തുടങ്ങിയാൽ എന്താ അമ്മേ? അത് നല്ല ഐഡിയ തന്നെയാ.
പക്ഷെ അതിൽ അത്രയും കാശ് നമുക്ക് കിട്ടുമോ? അതും 20 ലക്ഷം. അമ്മേ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ദൈവം മനസ്സ് വെക്കുവാണെങ്കിൽ തീർച്ചയായും നമുക്ക് കാശ് കിട്ടും അമ്മേ. അച്ഛന്റെ ഓപ്പറേഷന് നടക്കും. നിങ്ങൾ വലിയവരെ പോലെ സംസാരിക്കുന്നു. വരൂ, നമുക്ക് ഇഡ്ലി വ്യാപാരം തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അവർ 3 പേരും കൂടി വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു നോക്കി. ഇതോ സ്പൂൺ, പ്ലേറ്റ്സ്. ഇതാ അടുപ്പ് റെഡിയാണ്. ദാ ഇരിക്കുന്നു ഇഡ്ലി കുക്കർ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് വളരെ ചെറുതാണ്. കടയിൽ ഒരുപാട് ആൾക്കാർ വരും. ഇഡ്ഡലി ഉടനെ റെഡിയാക്കാൻ പറ്റില്ല. അതിന് നമ്മൾ എന്താ അമ്മേ ചെയ്യേണ്ടത്? നമ്മൾ പുതിയതായിട്ടൊരു ഇഡ്ലി കുക്കർ വാങ്ങണം. എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്. അത് വെച്ച് വലിയ ഇഡ്ലി കുക്കർ വാങ്ങാം. ഇഡ്ലി കുക്കർ വാങ്ങാനായി 3 പേരും കടയിലേക്ക് പോയി. ചേട്ടാ, ഒരു വലിയ ഇഡ്ഡലി കുക്കർ ഒന്ന് കാണിക്കുമോ? ആ കടയിലുള്ള ആൾ ഒരു കുക്കർ എടുത്ത് അവരെ കാണിച്ചു. ഇതിനേക്കാളും വലുത് വേണം. സഹോദരി, ഇതിലും വലിയ ഇഡ്ഡലി കുക്കർ എന്റെ കയ്യിലില്ല. ഇതിലും വലിയ ഇഡ്ഡലി കുക്കർ ഒന്നും ഇപ്പോൾ വരാറില്ല. എന്താ ചേട്ടാ ഇങ്ങനെ പറയുന്നേ? അപ്പോ പഴയ ഇഡ്ഡലി കുക്കർ വാങ്ങിക്കാലോ നിങ്ങൾക്ക്. ഇതിനടുത്തായിട്ട് ഒരു പഴയ പാത്രക്കടയുണ്ട്. ആ കടയിൽ തീർച്ചയായും വലിയ ഇഡ്ഡലി കുക്കർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ അവിടെ പോയി ഒന്ന് അന്വേഷിച്ചുകൊള്ളൂ. ശരി ചേട്ടാ. അവർ 3 പേരും കൂടി തൊട്ടടുത്ത കടയിലേക്ക് പോയി. അവിടെ ലക്ഷ്മി ഒരു വെങ്കലത്തിൽ ചെയ്ത വലിയ ഇഡ്ഡലി കുക്കർ കണ്ടു. ചേട്ടാ, ഈ വലിയ ഇഡ്ഡലി കുക്കറിന്റെ വില എന്താ? ഇത് പഴയതാണ്. ഒരു 500 രൂപ തന്നാ മതി. ശരി, അപ്പോൾ അത് എനിക്ക് നൽകാമോ? അവർ 3 പേരും കൂടി ആ വലിയ ഇഡ്ഡലി കുക്കറിനെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നതും, അമ്മേ, ഈ ഇഡ്ഡലി കുക്കർ എന്തിനാ അമ്മ തിരഞ്ഞെടുത്തത്? അടുത്ത് സ്റ്റീൽ കുക്കേഴ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നുവല്ലോ. പിന്നെ എന്തിനാണ് പിച്ചള കുക്കർ വാങ്ങിയത്? എന്തെന്നാൽ ഇത് വെങ്കലത്തിൽ ചെയ്തതാ. വെങ്കലപാത്രത്തിൽ ഇഡ്ഡലി ചെയ്താൽ അത് വളരെ ടേസ്റ്റ് ആയിരിക്കും. മാത്രമല്ല ഇത് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ കിട്ടി. പക്ഷെ അമ്മേ, നമ്മൾ ഒരു പുതിയ കുക്കർ അല്ലേ വാങ്ങേണ്ടിയിരുന്നത്? നോക്കൂ, ഇത് കാണാൻ എത്ര അഴുക്കാണ്. മോളെ, ഇത് വെങ്കലമാണ്. ഇത് തേച്ചു കഴുകിയാൽ നല്ല പുതിയതുപോലെയാകും. ശരി അമ്മേ. ലക്ഷ്മി ആ ഇഡ്ഡലി കുക്കറിനെ കഴുകി. അത് വളരെ ഭംഗിയായി. വാവ്, ഇത് കാണാൻ പുതിയതുപോലെയുണ്ടല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. പിന്നെ ആശ, അതിനാണ് പറയുന്നത് ഓൾഡ് ഈസ് ഗോൾഡ്. അമ്മേ, ഇതിൽ ഇഡ്ഡലി ചെയ്തു നോക്കാമോ? ചെയ്യാം മക്കളെ. ലക്ഷ്മി ആ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലികൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ഗ്യാസിനെ കത്തിച്ചു. ഇനി നമ്മൾ 8 മിനിറ്റ് വെയിറ്റ് ചെയ്യണം, അല്ലേ അമ്മേ? അതെ, തീർച്ചയായും. അവർ 3 പേരും ഇഡ്ഡലി റെഡിയാകാനായി വെയിറ്റ് ചെയ്തു. മക്കൾ 2 പേരും സമയം നോക്കിക്കൊണ്ടേയിരുന്നു. സമയം 8 നിമിഷമായപ്പോഴേക്കും ആയി, 8 മിനിറ്റ് ആയി. ആ സമാധാനപ്പെടോ, തുറന്നു നോക്കാം. ലക്ഷ്മി ആ കുക്കർ തുറന്നപ്പോഴേക്കും ആ കുക്കറിൽ നിന്നും ഒരു പ്രകാശം പുറത്തേക്ക് വന്നു. വെള്ള നിറത്തിലുള്ള മാവ് എങ്ങനെയാണ് സ്വർണ്ണ കളറിൽ മാറിയത്? ലക്ഷ്മി ആ ഇഡ്ഡലി പുറത്തേക്ക് എടുത്ത ഉടനെ അവൾ ഒരുപാട് ആശ്ചര്യത്തിലായി. എന്താ ഇത്? ഈ ഇഡ്ഡലി കല്ല് പോലെ ആയല്ലോ. കല്ലല്ല, സ്വർണം. സ്വർണത്തിലുള്ള ഇഡ്ഡലിയോ? ലക്ഷ്മി ഒരു സ്വർണ്ണ ഇഡ്ഡലി എടുത്തുകൊണ്ട് സ്വർണ്ണ വ്യാപാരിയുടെ അടുത്തേക്ക് ചെന്നു. അത് അദ്ദേഹം ചെക്ക് ചെയ്തു നോക്കി. ഇത് യഥാർത്ഥത്തിലുള്ള സ്വർണം തന്നെയാണ്. അത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അവർ വീട്ടിലേക്ക് തിരിച്ചെത്തി തന്റെ കുട്ടികളോട് നടന്നതൊക്കെ പറഞ്ഞു. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. നമ്മുടെ കയ്യില് എത്രമാത്രം സ്വർണ്ണ ഇഡ്ഡലിയാ ഉള്ളത്? അമ്മേ, ഇത് വിറ്റ് നമ്മൾ അച്ഛന്റെ അസുഖം മാറ്റാൻ പറ്റുമല്ലേ? ആ, നമ്മുടെ കയ്യിൽ ഇത്രയും സ്വർണമുണ്ട്. നമ്മളെ കൊണ്ട് വിശ്വസിക്കാൻ പോലും പറ്റില്ല. കുറച്ചു ദിവസത്തിന് ശേഷം ലക്ഷ്മി അതിൽ നിന്നും 2 ഇഡ്ഡലി സ്വർണ്ണ വ്യാപാരിയുടെ അടുത്ത് വിറ്റു. എന്നിട്ട് അതിൽ കിട്ടിയ കാശ് വെച്ച് തന്റെ ഹസ്ബൻഡിന്റെ ചികിത്സ നടത്തി. രഘുനാഥ് വീണ്ടും നടക്കാൻ തുടങ്ങി. വീണ്ടും 2 സ്വർണ്ണ ഇഡ്ഡലികൾ വിറ്റ് അവർ ഒരു പുതിയ വീട് വാങ്ങി. രഘുനാഥും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ആ വീട്ടിൽ സന്തോഷത്തോടെ ഇരുന്നു. ഇപ്പോഴും ആ ഇഡ്ഡലി കുക്കർ ലക്ഷ്മിയുടെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷെ ആ കുക്കറിൽ അവൾ വീണ്ടും ഇഡ്ഡലി ചെയ്തില്ല. അമ്മേ, നമ്മൾ വീണ്ടും സ്വർണ്ണ ഇഡ്ഡലി ചെയ്യാൻ പറ്റില്ലേ? വേണ്ട, ദൈവം നമുക്ക് ഇത്രയും തന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. അത് മാത്രമല്ല ആശേ, അമ്മ എപ്പോഴും പറയാറില്ലേ അത്യാഗ്രഹം ആപത്താണെന്ന്. ആ, നമ്മൾ എപ്പോഴും അത്യാഗ്രഹപ്പെടാൻ പാടില്ല.
ശരിയായിട്ട് പറഞ്ഞു മോളെ. നമുക്ക് ഇതുപോലെ ഒരു മാന്ത്രിക കുക്കർ കിട്ടിയ കാര്യം നിങ്ങൾ രണ്ടുപേരും മറന്നേക്കൂ. എന്നിട്ട് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കൂ. ഓക്കേ? മുകേഷ് ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യനാണ്. അവൻ തന്റെ ഭാര്യ പൂനം പിന്നെ മകൻ ചീക്കുവിനോടൊപ്പം ജീവിക്കുന്നു. അവൻ മൺപാത്രങ്ങൾ തയ്യാറാക്കുമായിരുന്നു. ആരും വാങ്ങാത്തപ്പോൾ ഈ മൺപാത്രങ്ങൾ തയ്യാറാക്കി എന്താ പ്രയോജനം? വരൂ, വന്ന് കഴിക്കൂ. ഒരുപാട് നേരമായി പണി ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് സമയം ജോലി നോക്കിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെ 3 നേരം കഴിക്കാൻ പറ്റും? കുറച്ച് പാത്രം ബാക്കിയുണ്ട്, അത് ഞാൻ ഉണ്ടാക്കിയിട്ട് വരാം. അച്ഛാ, എനിക്ക് മൺപാത്രങ്ങൾ തയ്യാറാക്കാൻ പഠിപ്പിക്കൂ. ഇപ്പോൾ നീ ചെറിയ കുട്ടിയാണ്. നീ വളർന്നു വലുതാകുമ്പോൾ കലം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിപ്പിച്ചു തരാം. വിടൂ, നിങ്ങളുടെ മകനിത് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഈ ജോലിയിൽ നിന്ന് എന്ത് കിട്ടി? ഇവനെ ഞാൻ നന്നായി പഠിപ്പിച്ച് വലിയ ആളാക്കും. എന്നാൽ നമ്മുടെ പാരമ്പര്യ തൊഴിൽ ഇതല്ലേ? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇത് കൈവിടാനേ പാടില്ല. ഇങ്ങനത്തെ കല പഠിക്കുന്നത് കൊണ്ട് എന്താ പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. കുറച്ച് ദിവസങ്ങളായി പൂനം മുകേഷിന് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ മുകേഷ് ആണെങ്കിലോ ഈ ജോലി വിടാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. ഒരു ദിവസം പൂനം മുകേഷിനോട് ഇങ്ങനെ പറഞ്ഞു: ഇവിടെ നിന്ന് കുറച്ചു ദൂരത്തിൽ ഒരു കോളേജ് തുറക്കുന്നുണ്ട്. അവിടെ ഒരു കടയുമില്ല. നമുക്ക് എന്തുകൊണ്ട് അവിടെ ഒരു ചായക്കട തുടങ്ങിക്കൂടെ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഈ മൺപാത്രങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ലാഭവുമില്ല. എന്തിനാ വെറുതെ സമയം കളയുന്നത്? പിന്നെ വീട്ടു ചെലവിന് പൈസയാണ് ആവശ്യം, മണ്ണല്ല. നീ എന്തിനാണ് വെറുതെ ഞാനുണ്ടാക്കുന്ന പാത്രങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? എന്നെങ്കിലും ഒരു ദിവസം ഇത് ഫേമസ് ആകും. എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കണ്ട. എന്റെ ചേട്ടൻ കുറച്ച് പൈസ തന്നിട്ടുണ്ട്. നിങ്ങൾ ആ പൈസ കൊണ്ട് കോളേജിന് പുറത്ത് ചായക്കട തുടങ്ങൂ. അവിടെ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായും ചായ കുടിക്കാൻ വരും. നീ തെറ്റിദ്ധരിച്ചതാണ്. കോളേജ് വരുന്നതിന് മുൻപ് അവിടെ ഒരുപാട് കടകളുണ്ട്. എന്റെ കട അവിടെ എങ്ങനെ റണ്ണാകും? പക്ഷേ പൂന അതൊന്നും ശ്രദ്ധിക്കാതെ മുകേഷിന്റെ കയ്യിൽ പൈസ കൊടുത്തു. പിന്നെ അവനെ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞയച്ചു. മുകേഷിന് പൂനമിനെതിരെ ഒന്നും സംസാരിക്കാനായില്ല. അതുകൊണ്ട് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി കോളേജിന് പുറത്ത് ചായക്കട തുടങ്ങി. അയ്യോ, ഞാൻ പറഞ്ഞതല്ലേ അവിടെ ഒരുപാട് കടയുണ്ടെന്ന്. എന്റെ ചായ ആരും കുടിക്കുന്നില്ല. ഇന്ന് വെറും 20 ചായയെ വിറ്റുള്ളൂ. വെറും 20 ചായ വിറ്റുള്ളൂ? ഇങ്ങനെ ആയ ശരിയാകില്ലല്ലോ. ഈ വരുമാനം നമ്മുടെ ചിലവിന് പോലും തികയാതാകും. പഞ്ചസാര വിലയും കൂടി. പിന്നെ ചായപ്പൊടിയോ ചോദിക്കേ വേണ്ട. അയ്യോ, അവിടെ എത്ര പേർ ചായ വിൽക്കുന്നുണ്ടെന്നറിയാമോ? ചിലവരത് കോളേജിന്റെ അകത്തും വിൽക്കുന്നു. ജനങ്ങൾ വേണം തീരുമാനിക്കാൻ എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം, എങ്ങനെയുള്ള ചായ കുടിക്കണം, പിന്നെ ആരുടെ കയ്യിൽ നിന്നും കുടിക്കണമെന്ന്. എന്റെ ചായ ആരും വാങ്ങുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നിട്ടും ചായക്കടയിൽ ഞാൻ ഇരിക്കണോ? ഞാൻ മര്യാദയ്ക്ക് കലമുണ്ടാക്കുന്ന തൊഴിൽ ചെയ്യുമായിരുന്നു. അത് നിനക്ക് ഇഷ്ടമാകുന്നില്ലേ? അച്ഛാ, നിങ്ങൾ വന്നോ? എനിക്ക് മൺപാത്രങ്ങൾ തയ്യാറാക്കാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ കഴിഞ്ഞാഴ്ച വാക്ക് നൽകിയതാ, മറന്നു പോയോ? നിൽക്ക്, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. മുകേഷ് ആ ചക്രം എങ്ങനെ ചുറ്റണമെന്ന് പറഞ്ഞു കൊടുത്തു. ചീക്കു തന്റെ ചെറിയ കൈകൾ കൊണ്ട് പാത്രങ്ങൾ തയ്യാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മുകേഷ് ചീക്കുവിന് പറഞ്ഞു കൊടുത്തതിനു ശേഷം ചായക്കടയിലേക്ക് പോയി. അവൻ തന്റെ ചായക്കടയിൽ കസ്റ്റമേഴ്സിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അപ്പോഴാണ് ചീക്കു ഓടിക്കൊണ്ട് മുകേഷിന്റെ അടുത്ത് വന്നത്. അച്ഛാ, ഞാൻ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ നോക്കൂ. ആഹാ, കാണാൻ ഇഡ്ഡലി പോലെയുള്ള കപ്പുകൾ ഉണ്ടാക്കിയല്ലോ നീ. ഞാൻ നിനക്ക് നന്നായി കപ്പുണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നതല്ലേ? നീ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത്? അച്ഛാ, എനിക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. കുഴപ്പമില്ല മോനെ, നീ ഒരു വട്ടം കൂടി ട്രൈ ചെയ്യേ. നല്ല കപ്പുണ്ടാക്കാം. അത് കഴിയുമ്പോൾ നന്നായി കലമുണ്ടാക്കാനും നീ പഠിക്കും. ചെറിയ കാര്യങ്ങളിലൂടെ വേണം നമ്മൾ തുടങ്ങാൻ. ചീക്കു ഇഡ്ലി പോലുള്ള ആ കപ്പ് ചായക്കടയിൽ തന്നെ വെച്ച് വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് ഒരാൾ ചായ കുടിക്കാനായി അവിടെ വന്നത്. ചേട്ടാ, ഒരു കപ്പ് ചായ തരൂ. അതെനിക്ക് മണ്ണ് കൊണ്ടുണ്ടാക്കിയ കപ്പിലും തരൂ. ചേട്ടാ, എന്റെ കയ്യിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കപ്പില്ല. പകരം ഡിസ്പോസലാണുള്ളത്. അതിലാണ് ഞാൻ ചായ കൊടുക്കുന്നത്. എടോ, താനെന്തിനാ കള്ളം പറയുന്നത്? ഇതാ ഇരിക്കുന്നില്ലേ? അയ്യോ, അത് എന്റെ മകൻ ഉണ്ടാക്കിയതാ. എടോ, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കറക്റ്റ് ഇഡ്ഡലി പോലെ. എനിക്ക് ഈ കപ്പിൽ തന്നെ ചായ താ. കസ്റ്റമർ അങ്ങനെ വാശി പിടിച്ചതുകൊണ്ട് മുകേഷ് ആ ഇഡ്ലി പോലത്തെ കപ്പിൽ തന്നെ ചായ കൊടുത്തു. ആ കസ്റ്റമറിന് ഇഡ്ലി കപ്പിൽ നിന്ന് കുടിച്ച ചായ വളരെ ഇഷ്ടപ്പെട്ടു. അവൻ കോളേജിലുള്ള എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും ആ ഇഡ്ലി കപ്പിൽ തന്നെ ചായ കുടിക്കാൻ ആഗ്രഹിച്ചു വന്നു.
പൂനം, ഇന്നൊരു അത്ഭുതം സംഭവിച്ചു. ജേക്കബ് ഉണ്ടാക്കിയ ആ ഇഡ്ഡലി കപ്പിലാണ് എല്ലാവരും ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ രാത്രി മുഴുവനും ആ ഇഡ്ഡലി കപ്പുണ്ടാക്കി അതിലാണ് എല്ലാവർക്കും ചായ കൊടുക്കുന്നത്. ഇതിലൂടെ എന്റെ കച്ചവടവും നന്നായി നടക്കുന്നുണ്ട്. ആഹാ, ഇഡ്ലി ചായയോ? അതിനൊരു പ്രത്യേക രുചിയുണ്ടാകും. ചിക്കു, നീ അത്ഭുതം ചെയ്തു. ആ ഇഡ്ഡലി പോലെയുള്ള കപ്പുണ്ടാക്കിയത് നന്നായി മോനെ. ആരുടെ മകനാണ്? നമ്മുടെ മകൻ ഒരു ദിവസം വലിയ ആളാകുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. കണ്ടോ, നിങ്ങളുടെ ചായ വ്യാപാരത്തിൽ അവൻ ഇത്ര സഹായിച്ചു എന്ന്. എല്ലാവരും ആ ഇഡ്ഡലി കപ്പിൽ ചായ കുടിക്കുമ്പോൾ അവരത് നന്നായി ആസ്വദിച്ചാണ് കുടിക്കുന്നത്. ഞങ്ങൾക്കും ആ ഇഡ്ലി ചായ തരുമോ? പൂനം ആ ഇഡ്ലി കപ്പിൽ നിന്ന് ചായ കുടിച്ചതും അവൾക്ക് ആ രുചി വളരെ വ്യത്യസ്തമായി തോന്നി. അവൾ വളരെ സന്തോഷിച്ച് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അല്ലെങ്കിൽ വളരെ നന്നായി ചായ ഉണ്ടാക്കും. ഇപ്പൊ ഈ ഇഡ്ലി കപ്പിൽ ചായ ഒഴിച്ചതും ആ ചായയുടെ ടേസ്റ്റ് വളരെ കൂടിയിട്ടുണ്ട്, അറിയോ? ആ, ഇതാണ് ഇഡ്ഡലി ചായ. അതുകൊണ്ട് ഇതിന്റെ ടേസ്റ്റും വളരെ നല്ലതാണ്. ഇതിൽ ഇഡ്ഡലിയുടെ മണവും വരും. ഇത് കുടിക്കുമ്പോൾ ചായയുടെ കൂടെ ഇഡ്ഡലി കഴിക്കുന്ന ഒരു ഫീലും കിട്ടും. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ആ കോളേജിൽ ഒരുപാട് സൗത്ത് ഇന്ത്യൻസ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ഇഡ്ലി ചായ വളരെ ഇഷ്ടപ്പെട്ട് കുടിക്കുന്നത്. ഇപ്പൊ മുകേഷ് ഇഡ്ലി ചായക്കാരനെന്ന് വളരെ ഫേമസ് ആയി. ഇപ്പൊ എല്ലാരും അവന്റെ ഇഡ്ലി ചായ കുടിക്കാൻ ആഗ്രഹിച്ചു. എന്തെന്നാൽ അവന്റെ ഇഡ്ലി ചായ വളരെ ടേസ്റ്റ് ആയിരുന്നു. എടോ, തന്റെ ആ ഇഡ്ഡലി ചായ വളരെ നന്നായിട്ടുണ്ട്. ഇതിൽ വളരെ ഡിഫറന്റ് ആയ ടേസ്റ്റാ ഉള്ളത്. എനിക്ക് ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ഈ ചായ ഉണ്ടാക്കി തരാമോ? എന്നാൽ ഞാൻ, എടോ താൻ വിഷമിക്കണ്ട, വരുന്ന ലാഭത്തിലുള്ള പങ്ക് തനിക്കും തരാം. ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ താൻ ജോലി നോക്കിയാൽ മാത്രം മതി. ഈ ഇഡ്ഡലി ചായ ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ വെച്ച് സെയിൽ ചെയ്യൂ. ആ ഇല്ല സാർ, ജനങ്ങൾക്കൊരു നല്ല ചായ കൊടുക്കാനാണ് ഞാൻ ഈ ചായ വിൽക്കുന്നത്, എന്റെ ലാഭത്തിന് വേണ്ടിയല്ല. ഈ ചായ കുടിച്ചിട്ട് അവർ സന്തോഷിക്കുമ്പോൾ എനിക്കെന്റെ ലാഭം ലക്ഷക്കണക്കിന് സമ്പാദിക്കുന്ന ഫീലാ കിട്ടുന്നത്. നിങ്ങളുടെ റെസ്റ്റോറന്റിൽ എന്തായാലും ദരിദ്രരൊന്നും വരാൻ പോകുന്നില്ല. എന്റെ ചായക്കടയിലേക്ക് എല്ലാ തരത്തിലുമുള്ള ആൾക്കാർ വരും. ഈ ഇഡ്ഡലി ചായ ഞാൻ എല്ലാവർക്കും വിൽക്കും, വെറും ധനികർക്ക് മാത്രമല്ല. എടോ, താൻ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നോട് അഭിമാനം തോന്നുന്നു. ഞാൻ വെറുതെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തതാ. ഈ ഇഡ്ഡലി ചായ ഇപ്പോൾ നന്നായി സെയിലാകുന്നില്ലേ, അതിൽ തനിക്ക് അഹങ്കാരമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തു. എന്നാൽ താൻ വളരെ സത്യസന്ധനാണ്. ഈ ചായക്കട നന്നായി ഗ്രോത്ത് ആകണമെന്ന് ഞാൻ ദൈവത്തിനോട് എന്നും പ്രാർത്ഥിക്കാം. ഇങ്ങനെ തന്നെ കസ്റ്റമേഴ്സ് ഇവിടെ വന്നുകൊണ്ടേയിരിക്കട്ടെ. മുകേഷ് ഇതുപോലെ എല്ലാവർക്കും സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അവൻ തന്റെ ചെറിയ കടയിൽ തന്നെ ഇഡ്ലി ചായ റെഡിയാക്കി വിറ്റുകൊണ്ടിരുന്നു. അത് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും അവനെ ഇഡ്ലി ചായക്കടക്കാരൻ മാമൻ എന്ന് പറഞ്ഞ് ഫേമസ് ആക്കി. ഇപ്പൊ അവനെ കുറിച്ച് യൂട്യൂബിലും ന്യൂസ് ചാനൽസിലും വരാൻ തുടങ്ങി. ഒരുപാട് പേർ അവന്റെ ഇഡ്ലി ചായ കുടിക്കാൻ ദൂരത്തിൽ നിന്നും വന്നു. ഇപ്പൊ അവൻ മുകേഷ് ചായക്കാരനല്ല, അവൻ ഇഡ്ലി ചായക്കാരനായി മാറി.